ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ ഏപ്രിൽ 21 രാവിലെ 7:35 തൻ്റെ 88-ാം വയസ്സിൽ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. കത്തോലിക്ക സഭയിലെ കഴിഞ്ഞ 12 വർഷങ്ങളുടെ പ്രവാചക ശബ്ദമായിരുന്നു അദ്ദേഹം. പോപ്പിൻ്റെ മരണശേഷം പേപ്പൽ കിടപ്പുമുറിയുടെ വാതിൽ സീൽ ചെയ്ത് അടയ്ക്കുന്നത് ഫ്രാൻസിസ് പാപ്പായുടെ ഭരണത്തിൻ്റെ ഔദ്യോഗിക അവസാനത്തെ സൂചിപ്പിക്കുന്നു. 2013 മാർച്ച് 13 പാപ്പാ സ്ഥാനം ഏറ്റെടുത്ത ഫ്രാൻസിസ് പാപ്പ കത്തോലിക്ക സഭയെ നയിച്ച 266-ാമത്തെ സഭാതലവനാണ്. ആർഭാടങ്ങളോടും ആഡംബരങ്ങളോടും തീരെ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഫ്രാൻസിസ് പാപ്പ വിപ്ലവാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചു. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ എന്നും ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധത്തിനെതിരെ ശബ്ദിച്ച് നീതിക്ക് വേണ്ടി നിലകൊണ്ടു. സ്നേഹവും സന്തോഷവും ആനന്ദവും കൊണ്ട് നിറഞ്ഞ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന പാപ്പായുടെ വിയോഗം കത്തോലിക്ക സഭയ്ക്ക് എന്നും തീരാവേദനയായി. ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തീയ സ്നേഹം പകർന്നേകിക്കൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകൾക്ക് നന്ദിയോടൊപ്പം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരാധനാ സന്യാസിനി സമൂഹത്തിനായി SABS മീഡിയ.